ഞാനൊരു വീക്ക് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ വീഡിയോ ആണ്. ആൻഡ് ഇത് എന്തെങ്കിലും ഞാൻ ചെയ്യണം. ഒരിക്കലും എൻ്റെ ഫോൺ നേരെ ഇരിക്കൂല. ഓക്കെ. അപ്പോൾ പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വൈ? ബിക്കോസ് അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ മെയിനായിട്ട് ഞാൻ പറയാൻ വന്നത്, ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ ഒരു മിക്സ് ഓഫ് എൻ്റെ 2-3 ദിവസത്തെ ഒരു വീഡിയോസ് ആയിരിക്കും ഈ വീഡിയോ. ആൻഡ് ഇപ്പം ഞാൻ പുറത്ത് വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഓക്കെ, കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാനും ഒക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത് മെയിനായിട്ട്. അതെന്തിനാണ് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറയാം. സോ നിങ്ങൾക്ക് കാണണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ആൻഡ് ഗോ ആൻഡ് വാച്ച് ദ റെസ്റ്റ് ഓഫ് ദ വീഡിയോ. മെയിൻ തിങ്, നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, കോളേജ് വീഡിയോ ചെയ്യുമോ? ആൻഡ് ഐ ലവ് ടു ഡു വീഡിയോ. ഈവൻ ഞാൻ കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ കുറേ കോണ്ടൻറ്റ്സ് ഇങ്ങനെ ഓർത്ത് വെച്ചു, ഇതൊക്കെ ചെയ്യണം, കോളേജ് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. അതൊന്നും നടന്നില്ല. ആൻഡ് കോളേജ് വീഡിയോസ് ഇനി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുകയും വേണ്ട. ഈ വർഷം ഞാൻ കോളേജിൽ പോകുന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പോഴേ ഇപ്പം എനിക്ക് ആക്ച്വലി ട്രോമയാണ്, എനിക്കും അമ്മയ്ക്കും ഒക്കെ. സോ അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോഴും ഞാൻ കോളേജിൽ നിന്ന് പ്രോപ്പർലി ഡ്രോപ്പ് ഔട്ട് ആയിട്ടില്ല. അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വാട്ട് ഈസ് ഹാപ്പൻഡ് എല്ലാം ഞാൻ പറയാം. ആൻഡ് അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് കൂടുതൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മളതിൽ സോളിഡ് പ്രൂഫ് ഇല്ല, നമുക്കൊന്നും അങ്ങനെ പറയാനും പറ്റില്ലല്ലോ. ഇതിവിടെ ഒന്നായി നേരെ ഇരിക്കുമോ പ്ലീസ്? അതിരിക്കാനല്ല, 1 മിനിറ്റ് ഞാൻ ഇതൊന്ന് റെഡിയാക്കട്ടെ. ഐ ഹോപ്പ് ഇതിപ്പോൾ ശരിയായി ഇന്ന് കുറച്ചെങ്കിലും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും എനിക്ക് റൈറ്റ് നൗ പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടേ? അതായത് കോളേജിൽ ബാംഗ്ലൂർ ജോയിൻ ചെയ്ത് ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ എന്ത് ചെയ്യുക എന്നുള്ളൊരു തോട്ട് കുറച്ച് ഇറങ്ങിയാൽ വരും. ആൻഡ് നിങ്ങൾ കീപ്പ് ആസ്കിങ് കോളേജ് വീഡിയോ ചെയ്യുന്നു. അത് കേൾക്കുമ്പോഴേക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് മൈ കറണ്ട് സിറ്റുവേഷൻ. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെയെന്ന് പറയുമ്പോൾ ഐ വാസ് നോട്ട് ഓക്കെ. ഇപ്പോഴും ഐ എം നോട്ട് ഓക്കെ. പക്ഷെ അതൊന്ന് മീൻസ് എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം വേണം. അതായത് ഐ എം എ പേഴ്സൺ ഹു ഹാസ് എ പ്രോപ്പർ പ്ലാൻ ഫോർ മൈ ലൈഫ്. അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. ഐ ഹാവ് എ എയിം. സോ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ ഞാൻ എടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് തിങ് തന്നെ ഫെയിലായിപ്പോയി, പാളിപ്പോയി. അപ്പോൾ ആ ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ മീ ടു അതൊന്ന് മൂവ് ഓൺ ആവണം. ലൈക്ക് പലരും ചോദിക്കുന്നത് വെച്ചാൽ, ഇതിലും വലിയ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു കാര്യം വന്നപ്പോൾ എവിടെയോ സംവെയർ എൻ്റെ എല്ലാം കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എനിക്കിതൊന്നും എന്താ പറയുക, പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. സോ അമ്മ വിളിക്കുന്നു, അമ്മ വിളിച്ചു വളർത്തുന്നു. ഓക്കെ, സോ അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ കോളേജ് വ്ളോഗ് എക്സ്പെക്ട് ചെയ്യേണ്ട ഈ വർഷം. നെക്സ്റ്റ് ഇയർ മുതലായിരിക്കും ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യാം. ഞാൻ 2009 ബോൺ ആണ്, Jan 6. സോ ഐ എം 17 ദിസ് ഇയർ. ഓ ഓക്കെ, അപ്പോൾ ഞാൻ 17 ആണ് ദിസ് ഇയർ. നെക്സ്റ്റ് ഇയർ ആയിരിക്കും ഐ ബി 18. ആൻഡ് ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത്, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മേക്കപ്പ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് പോണേ. ആൻഡ് ഞാൻ പോയി വന്നിട്ട് നിങ്ങളോട് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യം പറയാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നിങ്ങൾ നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് ക്ലിപ്സ് അല്ലേ, അപ്പോൾ അതും എൻ്റെ ഷോപ്പിങ്ങും ഒക്കെ കണ്ടിട്ട് വരും. അപ്പോഴത്തേക്കും ബാക്കി സംസാരിക്കാം. ബൈ. ഞാൻ ആദ്യം വിചാരിച്ചു കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ക്ലിപ്സും കൂടി ഉണ്ട്, അതും കൂടി കാണിക്കാമെന്ന്. പക്ഷെ അതും കൂടി കാണിച്ച ഈ വീഡിയോ ഭയങ്കര ലോങ്ങായി പോയാലോ, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് തിങ്, ഞങ്ങൾ പോയത് മോൾ ഓഫ് ട്രാവൻകൂറിലാണ്. ഞങ്ങൾക്ക് ലുലു മോളിനെക്കാട്ടിലും ഞങ്ങൾക്കെന്നല്ല, എനിക്ക് പേഴ്സണലി ഇവിടെ കുറച്ചുകൂടെ സമാധാനമായിട്ട് തോന്നി. എസ്പെഷ്യലി വെസ്റ്റ് സൈഡിലൊന്നും ഒട്ടും തിരക്കില്ലായിരുന്നു. നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റി. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇവിടെ ആകുമ്പം ക്രൗഡും ഇല്ല. പിന്നെ ഞങ്ങൾ പോയതൊരു വർക്കിംഗ് ഡേയും കൂടിയായിരുന്നു. അപ്പം തീരെയും അങ്ങനെ ക്രൗഡ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് വെസ്റ്റ് സൈഡിലാണ് പോയത്, ബൈ ദ വേ. അവിടെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം, അങ്ങനെ പ്ലാനൊന്നുമില്ല. ജസ്റ്റ് എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ എല്ലാത്തിനും ഒന്നും ഇപ്പം സെയിലില്ല, സെയിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പക്ഷേ ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 12,000 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 6,000 കൊടുത്താൽ മതി. അങ്ങനത്തെ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഫുഡ് ഫെയറിൻ്റെ സെക്ഷനിലോട്ടേ പോയിട്ടില്ല. ഈ വീഡിയോസ് എല്ലാം എടുത്തത് അഭിരാമിയാണ്. അത് എടുത്ത് പറയണം, എസ്പെഷ്യലി അഭിരാമിയാണ് ഈ ഫുൾ ത്രൂ ഔട്ട് ദ ഇതെല്ലാം വീഡിയോ എടുത്തത്, വ്ളോഗ് ചെയ്തത്. ഈ ഒരു ഷോർട്ട് ആണ് ഇട്ടത്. ഇതൊരുമാതിരി കണ്ണൊരുമാതിരി ആകും, സ്പൈറൽ പോലെ.
പക്ഷെ ഇതെടുക്കണോ വേണ്ടയോ എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ഈ ഒരു ഔട്ട്ഫിറ്റ്, ഈ ടോപ്പ് ആക്ച്വലി ഞാൻ ചൂസ് ചെയ്തതാണ്. ആൻഡ് ഈ ബാഗും ഫുഡ് വെയറും എനിക്ക് അബി ചൂസ് ചെയ്ത് തന്നെയാണ്. അവളാണ് ബാക്കിലിരുന്ന് നോക്കുന്നത്. എനിക്ക് ആക്ച്വലി ഔട്ട്ഫിറ്റ് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ആ പാൻറ് എടുത്തില്ല. എന്തോ എനിക്ക് അപ്പം തോന്നി ആ പാൻറ് എടുക്കണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് എടുത്താൽ മതി എന്ന് തോന്നുന്നു. അതങ്ങനെയാണ്. നമ്മൾ ചില ഇങ്ങനെ ഡ്രസ്സൊക്കെ പോയിട്ട് നമ്മൾ എടുക്കണ്ട എന്ന് വിചാരിച്ച് അവിടെ വയ്ക്കും. പക്ഷേ വീട്ടിൽ വരുമ്പോൾ നമുക്ക് റിഗ്രറ്റ് അടിക്കൂലേ? യെസ്, എനിക്ക് അങ്ങനെ റിഗ്രറ്റ് അടിച്ചിട്ട് ഞാൻ മിക്കവാറും ടൈമുകളിൽ ഞാൻ രണ്ടാമത് പോയി വന്നിട്ട് വാങ്ങും, റിഗ്രറ്റ് അടിച്ചിട്ട്. പിന്നെ ഞങ്ങളൊരു 11 മണിയായിരുന്നു ഓൾമോസ്റ്റ് നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ ഒരു 2 മണി 2:30 ആയപ്പോൾ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞാൻ നേരെ നൈക്കിൽ പോയി. ആൻഡ് ഈ ക്യാമറ ചെറിയൊരു ഇങ്ങനെ ഫ്ലിക്കറിങ് ഉണ്ട്. സോറി, ഞാനല്ല വീഡിയോ മെയിനായിട്ട് എടുത്തത്. അപ്പം ഞാനായിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചേനെ. പക്ഷെ ഞാൻ അതിൻ്റെ കാര്യം ഓർത്തില്ല. അപ്പോൾ എന്തോ ഒരു റീസൺ, സെറ്റിങ്സിൻ്റെ എന്തോ പ്രശ്നം കാരണം ചില ക്ലിപ്സിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ട് പോയത് എനിക്ക് കുറച്ച് ലക്ഷറി മേക്കപ്പിൻ്റെ സാധനങ്ങൾ നോക്കാനായിരുന്നു. മാക്കിൻ്റെയൊക്കെ മാക്കും മേക്കപ്പും ഒരുമിച്ചായിപ്പോയി. അത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷെ അവിടെ ഹൈ എൻഡ് ബ്രാൻഡ്സ് ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് കെ ബ്യൂട്ടിയുടെ 2 ലിപ്സ്റ്റിക്ക് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും നോക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ മിനിസോ പോയി. മിനിസോ പോയിട്ട് എനിക്കങ്ങനെ എടുക്കണം, ഒരു സാധനം വാങ്ങണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകാമെന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ പോയപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സോഫ്റ്റ് ടോയ്സിന് ഫ്ലാറ്റ് 50% ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് വേറെ കുറേ സാധനങ്ങൾ അവിടുത്തെ ഇഷ്ടപ്പെട്ടു. മീൻസ് കാണുന്ന എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ക്യൂട്ട് സാധനങ്ങൾ ഞാൻ വാങ്ങണം എന്നും പറഞ്ഞ് മിനിസോ പോകുമ്പോൾ ഇതൊന്നും കാണില്ല. പിന്നെ എനിക്ക് തോന്നി ലുലുവിനെക്കാട്ടിലും വലിയ മിനിസോ ഇതാണ്. ആൻഡ് അതേപോലെ ലുലുവിനുള്ളതിനെക്കാട്ടും വലിയ വെബ്സൈറ്റും എമോജിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും മീസോ എനിക്ക് വലുതായിട്ടാണ് തോന്നിയത്. അത് കുറേ ക്യൂട്ട് സാധനങ്ങൾ. എനിക്കാണെങ്കിൽ ഈ ഒരു ഷിൻചാൻ്റെ കുട ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഒരു കുട വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചാലോ? പിന്നെ കോമഡി ആയിരിക്കുമല്ലോ ഞാനിതൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം, മഴയത്ത് കോമഡി ആയിരിക്കും. നല്ല ഷിൻചാൻ്റെ കുടയൊക്കെ പിടിച്ചിട്ട് പോകണം. പക്ഷേ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരുന്നെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ബട്ട് സ്റ്റിൽ എന്തോ ഞാൻ അവിടെ വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ കുറേ മേക്കപ്പ് ബാഗ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നോക്കി. ആൻഡ് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു മിസ്റ്ററി ബോക്സാണ്. അതായത് ഒരുപാട് മിസ്റ്ററി ബോക്സസ് അവിടെ ഉണ്ട്. അത് ഓരോ തീമായിരിക്കും. അപ്പോൾ ഈ മിസ്റ്ററി ബോക്സിൽ നമുക്ക് കിട്ടുന്നത് പ്രിൻസസ് ആയിരിക്കും. ഡിസ്നി പ്രിൻസസിനായിരിക്കും ഇതിനകത്ത്. നമുക്ക് ഏതാണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും. അതായിരുന്നു എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല എക്സ്പെൻസീവ്. ആ പ്രൈസ് ഉണ്ടെങ്കിൽ എനിക്ക് മറ്റേ പാൻറ്റ് വാങ്ങിക്കാമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മേക്കപ്പ് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ അൺനെസസറി സാധനത്തിന് പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മനസ്സോടെ ഞാനത് അവിടെ വെച്ചിട്ട് വന്നു. ഒരുപാട് ക്യൂട്ട് സാധനം. മിനിസോ എന്ന് പറയുമ്പോഴേ അറിയാലോ, ഇഷ്ടം പോലെ ക്യൂട്ട് സാധനങ്ങളുണ്ടാവും. എനിക്കിങ്ങനെ കൺട്രോൾ ചെയ്ത് ഒരു സാധനം മാത്രം വാങ്ങിച്ചു. പക്ഷേ ഞാൻ ഒരു സാധനം വാങ്ങിച്ചു, അത് ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അതിൻ്റെ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ട് അതൊന്ന് ഞാൻ ഒരു സാധനം വാങ്ങാൻ തീരുമാനിച്ചു, ഒരെണ്ണം. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മളൊരു 3:30 ആ ഒരു ടൈമായപ്പോൾ ഇറങ്ങിയായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർ ഉച്ചയ്ക്ക് അവർക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനും ആ ക്ലാസ്സിന് ജോയിൻ ചെയ്യണമായിരുന്നു. ഞാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. അവർക്ക് ഓൾറെഡി ആ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനതിന് ജോയിൻ ചെയ്യാം, അവർ ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ അത് ഒന്നും നടന്നില്ല. നമ്മുടെ ഷോപ്പിംഗ് മാത്രമേ നടന്നുള്ളൂ.
എന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരം 5 മണിയായി. സോ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. സോ നിങ്ങൾ പോയി അത് കണ്ടോളൂ. സോ അപ്പോൾ എൻ്റെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിപ്പോൾ ഒരു കുറച്ച് നേരമായി. സോ ഇനി ചായ കുടിക്കണം. ആക്ച്വലി രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരും എന്നും പറഞ്ഞ് പോയി ഞാനാണ്. ഇപ്പോൾ ഒരു 5-5:30-6 മണിയായി ഞാൻ തിരിച്ചെത്തിയപ്പോൾ. സോ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിന് ആക്ച്വലി അവർക്ക് ക്ലാസ് ഉണ്ട്, PSC ക്ലാസ്. ബട്ട് അവർ പോയില്ല. അവർ ഉച്ചയ്ക്ക് ക്ലാസ്സിന് കയറണം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നവർ ഒരു ക്ലാസ്സിൽ പോയില്ലത്. സോ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ആൻഡ് ഓൾസോ ചിറയിൽ നിന്നും നമുക്കൊരു കുമ്പടി ആയിട്ടുള്ളൊരു പാഴ്സൽ വന്നു. ലൈക്ക് അയ്യോ ഇതെന്താവോ ഡാമേജ് ആവാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. വെട്ടത്തിൻ്റെ കുറവുണ്ടായിരിക്കും. ഐ ആം സോറി. ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടെ വെട്ടം കാണും. പക്ഷെ എനിക്കിവിടെ ട്രൈപോഡൊന്നും എടുക്കാൻ വയ്യ, മടിയാണ്. സോ എന്നാലും ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചു. ഫസ്റ്റ് എന്തെങ്കിലും കണ്ടായിരുന്നു. മിനിസോയിൽ പോയിട്ട് എനിക്ക് വേറെ 2 സാധനങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല. സോ സാഡ്. ആൻഡ് ഞാൻ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അൺനെസസറി ആയിട്ട് ഇപ്പോൾ റൈറ്റ് നൗ പൈസ അത്ര പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു സാധനം വാങ്ങിച്ചു. സോ ഇത് മിനിസോന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ബർഗർ പന്നിക്കുട്ടി. ഇത് വാങ്ങാനുള്ള റീസൺ ഇതിന് 50% ഓഫർ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് കിട്ടിയത്. സോ അതുകൊണ്ട് ഞാൻ ഇതിനങ്ങ് മേടിച്ചു. നല്ല ക്യൂട്ടല്ലേ, പഞ്ഞി പോലെ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതിനെ ഞാൻ കൊല്ലും ഇങ്ങനെ നോക്കി. സോ അങ്ങനെ മിനിസോ കണ്ട് ഇതിനെന്തോ ഓഫർ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ക്യൂട്ട്. പിന്നെ ഞാൻ നൈക്കിന്ന് വാങ്ങിച്ചു. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണോ? സോ നൈക്കിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് അവരിങ്ങനെ ഒരു ചെറിയ കവർ തന്നു. ഞാൻ മറ്റേ കറക്റ്റ് സമയത്ത് തന്നെ ഫോണിൻ്റെ സ്റ്റോറേജും അങ്ങോട്ട് കഴിഞ്ഞു. വളരെ വലിയ ഐശ്വര്യം. സോ വലിയ ഐശ്വര്യം എന്നല്ല, നല്ല ഐശ്വര്യം. എനിക്ക് കിളി പോയിട്ടിരിക്കുക. എനിക്ക് നല്ല തലവേദന ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വലിയൊരു പെട്ടി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു നൈക്കിന്നൊന്നും. അവരെനിക്ക് തന്നത് ഈ ഒരു ചെറിയ കവറ്. ഞാൻ 2 സാധനം വാങ്ങിച്ചു. 2 സാധനം ഇതിനകത്തുണ്ട്. ഇറ്റ്സ് വെരി ബാഡ്. ഇത് ബട്ട് ഇറ്റ്സ് ക്യൂട്ട്. നമുക്കിത് ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം. സോ പിന്നെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് എൻ്റെ അമ്മോ എനിക്ക് കൺഫ്യൂഷൻ. എനിക്കിഷ്ടപ്പെടും, എൻ്റെ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടും, ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായിട്ട് കുറച്ച് സാധനം ഞാൻ എടുത്തു. ബിക്കോസ് കുറേ ഡ്രസ്സ് എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ അതിട്ടിട്ട് എവിടെ പോകും? ഐ സ്റ്റിൽ ഹാവ് സോ മെനി ക്ലോത്ത്സ്. വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതായിക്കോട്ടെ, സ്വിം സ്യൂട്ട്. എൻ്റെ അമ്മ അവിടെ കിടന്ന് അലയ്ക്കുന്നുണ്ട്. സ്വിം സ്യൂട്ട് ആയിക്കോട്ടെ, പല ബീച്ച് വെക്കേഷൻ ഇടാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെ എവിടെ ഇട്ടിട്ടില്ല. സോ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മണി ഓൺ ദാറ്റ്. ഞാൻ കുറച്ചുകൂടെ അടുത്തിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. എൻ്റെ മുഖം അല്ലല്ലോ ഇതിൽ ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ വാങ്ങിച്ചിട്ട് കാണിച്ചാൽ ഇന്നോവേഴ്സിനായിരുന്നു നല്ല ഓഫർ. സോ അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഒരെണ്ണം വാങ്ങിച്ചു. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര പാഡഡ് ഒന്നുമല്ല, ആൻഡ് നല്ലൊരു കവറേജും ഉണ്ട്. സോ ഇതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഐ നോ സോ മെനി പീപ്പിൾ ഇൻ മൈ ഫാമിലി, ഐ മീൻ നോട്ട് ഫാമിലി, റിലേറ്റീവ് സൈഡിലൊക്കെ. സോ എൻ്റെ അമ്മാവനോട് പോയി പറയും, ഇവളെന്തിനീ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആൾക്കാരെ കാണിക്കുന്നത്? ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിനാണ് ആൾക്കാരെ കാണിക്കുന്നത്? സി, എവറി ഗേൾ വെയർ ദിസ്, അല്ലെങ്കിൽ എവറി വുമൻ വെയർ ദിസ്. ഇതൊന്നും മൂടിക്കെട്ടി വെക്കേണ്ട കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഐ ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ്. ഇതൊക്കെ ഒരു എഡ്യൂക്കേഷൻ മീൻസ് പീപ്പിൾ ഷുഡ് ബി അവെയർ ഓഫ് ദിസ്. ലൈക്ക് പല ടൈപ്പ് ഓഫ് ബ്രാസ് ഉണ്ട്. പല ഡ്രസ്സിൻ്റെ അടിയിൽ നമ്മൾ അതിന് അനുസരിച്ചിട്ടുള്ള ബ്രാസ് ഇടുമ്പോഴേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഐ മീൻ ഭംഗി മീൻസ് ലൈക്ക് ആ ഒരു പ്രോപ്പർ ഫിറ്റിംഗ് ആയിട്ട് അത് ഇരിക്കുള്ളൂ. സോ അതുകൊണ്ട് ഐ ഡോണ്ട് ഫീൽ അഷെയിം ഓഫ് ഷോയിങ് ഇറ്റ്. ഇപ്പം ചിലർ ഓക്കെ മേ ബി ഒരു കൺസേണും കൊണ്ടായിരിക്കാം വന്നിട്ട് നമ്മളിപ്പോൾ സ്ട്രാപ്പ്, ഇപ്പോൾ ഒരു ബ്രാ സ്ട്രാപ്പ് കൊണ്ടുവന്നിങ്ങനെ മാറ്റി വെക്കും. സോ എൻ്റെ അമ്മയും
ഇടയ്ക്കൊരു സമയത്ത് എപ്പോഴോ ഇങ്ങനെ ഇവിടെ പോയപ്പോൾ ഇങ്ങനെ സ്ട്രാപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഫസ്റ്റ് ഫൈൻ, സെക്കൻഡും തേർഡും ഇങ്ങനെ വെച്ചു. അമ്മ പറഞ്ഞു അത് ഡിസൈൻ ആണോ ഈ ബ്രാ സ്ട്രാപ്പ് വേണമെങ്കിൽ? ഞാൻ പറഞ്ഞു അല്ല. അവിടെ പിന്നെ എന്തിനാ അത്, ആ ഡ്രസ്സ് എൻ്റെ ലൈക്ക് ഞാൻ അന്നിട്ടിരുന്ന ഡ്രസ്സിൽ അതിങ്ങനെ പോയി ഇങ്ങനെ ഊരി വന്നപ്പോൾ അത് ബ്രാ സ്ട്രാപ്പ് കണ്ടു. ആൻഡ് ഐ എം നോട്ട് ലൈക്ക്, എനിക്കതൊരു പ്രശ്നമല്ല ബ്രാ സ്ട്രാപ്പ് കാണുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ ഇട്ടേക്കുന്നൊരു സാധനമാണ്, അതിലെനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ല. എൻ്റെ ബ്രാ സ്ട്രാപ്പ് കൊണ്ടെന്ന് പറഞ്ഞു, ഇതെൻ്റെ വീഡിയോയിൽ കാണിച്ചെന്ന് പറഞ്ഞു, പാൻറ്റീസ് എൻ്റെ വീഡിയോയിൽ കാണിച്ചെന്ന് പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ എന്നല്ല, ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കുന്നു, ഞാനിത് വാങ്ങിച്ചു, അത് ഞാൻ ക്യാഷ്വലി കാണിക്കുന്നു. വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്? സോ യാ, ഇതൊരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ ഞാൻ കുറേ ശ്രമിച്ചു ഇത് വാങ്ങണ്ട വിചാരിച്ചിട്ട്. എൻ്റെ ഫ്രണ്ട്സ് വാസ് ലൈക്ക് സോ മച്ച് മോട്ടിവേറ്റിംഗ് മീ, വാങ്ങ്, നിനക്ക് പറ്റും, നിനക്ക് ചേരും എന്ന് പറഞ്ഞിട്ട്. ഐ ഷോ യു. അപ്പോൾ ദൈവമേ, ഇതൊക്കെ കാണുന്ന എൻ്റെ ചില റിലേറ്റീവ്സിന് ഹാർട്ട് അറ്റാക്ക്, പല അസുഖങ്ങൾ വരും. ഡിസ്ക്ലെയിമർ പോലെ ഞാൻ കൊടുക്കാം. ആശുപത്രിയിൽ ആംബുലൻസ് വിളിച്ചിട്ട് എൻ്റെ വീഡിയോ കാണും. ഇതൊക്കെ എൻ്റെ അമ്മാമ്മ ഇത് കണ്ടിട്ട് എന്നെ ഒരു കോൾ ചെയ്യും. ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ദിസ് ഇസ് സോ ക്യൂട്ട്. നോക്ക്, ഇത് എവിടെ പോകുമ്പോൾ ഇടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാനിടും. എൻ്റെ റൂമിൽ എൻ്റെ ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ള ഇട്ടുകൊണ്ട് നടക്കുമല്ലോ. സോ ഇറ്റ്സ് സോ ക്യൂട്ട്. നമുക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇതിന് മുകളിലൊരു ജാക്കറ്റൊക്കെ കൊടുക്കാം, അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് എ ബ്രാലറ്റ് പോലൊരു സംഭവം. ഇത് ഇന്നറായിട്ട് യൂസ് ചെയ്യുന്നതല്ല കേട്ടോ എന്തായാലും. സോ ക്യൂട്ട്, നല്ല രസമുണ്ട്. ദിസ് വൺ. പിന്നെ ഐ ബോട്ട് ഇത് ഓഫ് ക്യാമ്പസ് സീരീസ്, വൺ ഓഫ് മൈ റീസെൻറ്റ് ഫേവറേറ്റ് സീരീസ്. അതിൽ ആലി ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇടുന്നുള്ളതായിട്ട് എനിക്കൊരു ഓർമ്മ. സോ ഈ സെയിം കളറല്ല എന്ന് തോന്നുന്നു. സോ അതുപോലത്തെ ഒരു ടോപ്പ് ഞാൻ വാങ്ങിച്ചു. ഇതിൻ്റെ കൂടെ ഒരു ബോട്ടം അഭിരാമി എനിക്ക് കണ്ടുപിടിച്ചു തന്നെ. അത് നല്ല മാച്ചായിരുന്നു ഇതിൻ്റെ കൂടെ. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു അത് എടുക്കണ്ട. ലിറ്ററലി ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൽ മിററുണ്ട്. എൻ്റെ മിററിൽ ഞാൻ എൻ്റെ ഫേസ് കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആൻഡ് ഇതായിട്ടിരിക്കുന്നത്. എൻ്റെ ക്യാമറയൊക്കെ അടിച്ചു പോയി എന്ന് തോന്നുന്നു. ഇതിൽ ഞാൻ ഒരുമാതിരി ഇരിക്കുന്നു കാണാൻ. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. സോ ഈ ഒരു ടോപ്പ് മേടിച്ചു. ഇതിനകത്ത് നമ്മളൊരു വൈറ്റ് ഇന്നർ എന്തെങ്കിലും ഇട്ടിട്ട് യു ക്യാൻ വെയർ ഇറ്റ്. സോ ക്യൂട്ട്. ഞാൻ പറഞ്ഞു വന്ന അഭിരാമി പറഞ്ഞു തന്ന പാൻറ്റ്, അത് ഞാൻ വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാനത് എടുത്തില്ല ഫോർ സം റീസൺ. പിന്നെ ഐ ബോട്ട് ബാഗ് which is again super duper cute എന്നല്ല, moreover that so nice and it's like നമുക്ക് കുറേ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടാം. ആൻഡ് ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു ചാം ഉണ്ട് which makes this even more prettier. so pretty. ഇതാണ് ഞാൻ ഡ്രസ്സായിട്ട് മേടിച്ചത്. ഇനി നമുക്ക് ചിറയെന്ന് വന്നത് അൺബോക്സ് ചെയ്യാം. സിസർ എടുത്തിട്ട് വരാം. വെയിറ്റ്. ഇത് ഞാൻ കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തതാണ്. ഫ്രീ സ്പിരിറ്റ് ആൻഡ് ട്രൂ ടോൺ, ഈ 2 ഷെയ്ഡാണ് ഞാൻ ട്രൈ ചെയ്തത്. ട്രൂ ടോൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് എല്ലാവരും പറയും അടിപൊളി ഷെയ്ഡാണ്, ഫൈൻ, ഐ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ അത് പിഗ്മെൻറ്റഡ് ലിപ്സ് അല്ലെങ്കിൽ കുറച്ച് ഡസ്കി ഡീപ്പർ സ്കിൻസിന് ചുണ്ടിലത് വിസിബിൾ ആവുന്നില്ല. ഞാൻ കുറേ ഇട്ട് ഉരച്ചു, എൻ്റെ ചുണ്ടിലത് കാണുന്നില്ല. പിന്നെ ഫ്രീ സ്പിരിറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഒരുമാതിരി ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ വേറൊരു സാധനം മേടിച്ചത് ഞാൻ കാണിച്ചില്ല. കെ ബ്യൂട്ടിയാണ്, ഞാൻ അത് വാങ്ങിച്ചില്ല. ഞാൻ അത് വാങ്ങാൻ ആക്ച്വലി നയിക്കേ പോരെ. നന്നായി ഞാൻ ഓൺലൈൻ മേടിക്കാത്തത്. സോ ഇത് ചിറയിൽ നിന്ന് മേടിച്ച, ഐ ഹോപ്പ് ഇതാ മേക്കപ്പ് ബ്രഷ് സെറ്റ് വല്ലതും ആയിരിക്കും. കാരണം ഞാൻ ചിറയിൽ നിന്ന് അതാണ് ആദ്യം വാങ്ങിച്ചത്. ബിക്കോസ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്ലാസ്സിന് പോകുന്നുണ്ട്. ഐ നോ ടു സാറ്റിസ്ഫൈങ്. എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടാൽ അവർക്കത് വേണം. എനിക്ക് അങ്ങനെ പൊട്ടിക്കാൻ എനിക്ക് പേടിയാണ് ആക്ച്വലി. എനിക്കിങ്ങനെ പൊട്ടിക്കാം. എനിക്കിങ്ങനെ പൊട്ടിക്കുന്ന സാധനങ്ങളോട് അത്ര ഒരു ഒബ്സഷനൊന്നും എനിക്കില്ല. ഈ സാധനം ബബിൾ റാപ്പ്, ഇതിനോടൊന്നും എനിക്ക് അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രീബീസ് ഉണ്ട്. നമുക്ക് ഫ്രീബീസ് അൺബോക്സ് ചെയ്യാം. ചിറയിൽ നമ്മൾ എപ്പോൾ എന്തെങ്കിലും മേടിച്ചാൽ ഇതേപോലെ ഒരു ഫ്രീ സാധനം കിട്ടും. പൊട്ടിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മൂർച്ചയുമില്ല. ഓക്കെ, ഇത്
പാക്കോർബൻ റബാന അതല്ലേ പാക്കോർബൻ, സോറി പ്രൊനൗൺസിയേഷൻ തെറ്റി. ഇത് തന്നെയാ മില്യൺ ഗോൾഡ് ഫോർ ഹെർ എന്ന് പറഞ്ഞിട്ടില്ല, റബാനി. പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എന്നെ കൊല്ലരുത്. അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതിൻ്റെ എനിക്ക് ആ പെർഫ്യൂം മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. സോ എൻ്റെ സാമ്പിൾ കിട്ടി. സോ ഇനി നമുക്കിത് ട്രൈ ചെയ്തിട്ട് മേടിക്കാമല്ലോ. യാ നൈസ്. ആൻഡ് ഫോറെവർ 52ൻ്റെ 2 ഫൗണ്ടേഷൻ വിച്ച് ഇസ് അഗെയിൻ ഹെൽപ്ഫുൾ സാമ്പിളാണ്. മെയിൻ സ്റ്റാർ ഓഫ് ദ മാച്ച് പാക്കിൻ്റെ ഒരു ബ്രഷ് സെറ്റ് ഞാൻ മേടിച്ചു. ഇതിൻ്റെ വില ഇൻസെയിൻ. പക്ഷേ ഐ നോ ഇറ്റ്സ് എ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഐ എം ഗോണ ലേൺ മേക്കപ്പ്, സോ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ആക്ച്വലി ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അതായിരിക്കും നല്ലത്. ഞാൻ മേക്കപ്പ് മാത്രമായിട്ട് ഒരു വീഡിയോയിൽ കാണിക്കാം. സോ അതിനകത്ത് ഐ വിൽ ടോക്ക് മോർ അബൌട്ട് ദ മേക്കപ്പ് ക്ലാസ് ആൻഡ് ഓൾ. അത് അപ്പോൾ തന്നെ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഈ സാധനം ഞാൻ അപ്പോൾ പൊട്ടിച്ച് കാണിക്കാം. ഓക്കെ, ഐ നോ ദ ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ബട്ട് അതങ്ങനെ ഇരിക്കട്ടെ. ആൻഡ് പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് വിസ്തരിച്ച് സമാധാനമായിട്ട് പറയാമെന്ന്. മെയിനായിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. കോളേജ് വ്ളോഗ് ഈ വർഷം ഉണ്ടാവില്ല. ആൻഡ് ഐ എം ഗോണ ലേൺ മേക്കപ്പ്. ആൻഡ് ഞാൻ ട്രിവാൻഡ്രത്തായിരിക്കും ഇനിയും ഒരു 1 year. ദാറ്റ്സ് ഇറ്റ്. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ആൻഡ് എൻ്റെ ഫോണിൽ ഇപ്പോൾ സ്റ്റോറേജ് ഇല്ല. ഇപ്പോൾ വേണമെങ്കിൽ ഈ വീഡിയോ കട്ടാം. സോ അതിന് മുന്നേ ഞാൻ തന്നെ ബൈ പറയാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഈ ഒരു ഉടുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് എൻ്റെ ഡ്രസ്സ് ഇപ്പോഴെല്ലാം ബാംഗ്ലൂർ ഇരിക്കുകയാണ്. ഡിഫറൻസ് ഉണ്ടോ ക്യാമറയിൽ? സ്റ്റിൽ ഇറ്റ്സ് മൈ ഫോൺ. എന്തോ ക്യാമറയ്ക്ക് എന്തോ പറ്റി, ഇങ്ങനെ ഗ്രെയിൻസ് വരുന്നുണ്ടല്ലേ. ഐ എം റിയലി സോറി. ഐ ഹാവ് ടു ഫിക്സ് ഇറ്റ് എനിവേ. സോ ദിസ് ഇസ് മൈ മെസ്സി റൂം ആൻഡ് ഓൾമോസ്റ്റ് ഇരുട്ടി സമയം. മൈ മെസ്സി റൂം. സോ സ്റ്റോറേജ് കഴിഞ്ഞായിരുന്നു നേരത്തെ, അതാണ് കട്ടായത്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.